ആദ്യ വിവാഹത്തിലൂടെ കാവ്യാമാധവൻ തൻ്റെ ഭർത്താവിനെ ചതിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന വീഡിയോ ആണ് ഞങ്ങൾ ഇത്തവണ പുറത്തുവിടുന്നത്. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് വാർത്തകൾ എത്തിച്ചു തന്നിരുന്ന 2 പേരുണ്ട്. ഞാൻ ഇന്നേ വരെ അവരുടെ പേര് ഒരു കാരണവശാലും പുറത്ത് വിട്ടിട്ടില്ല. അതിലൊരാൾ കഴിഞ്ഞ ദിവസം വിളിക്കുകയുണ്ടായി. വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: എല്ലാവർക്കും അറിയാമായിരുന്നൊരു സത്യം, ആ സത്യം ശരിയല്ല എന്ന് പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തയാണ് വന്നത്. എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്: മുൻപ് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് കാവ്യാമാധവൻ ആദ്യത്തെ വിവാഹത്തിലൂടെ ഭർത്താവിനെ ചതിച്ചു എന്നുള്ളതാണ്. പക്ഷേ അത് ശരിയല്ല എന്നുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ ശരിയാവും ഞാൻ തിരിച്ചു ചോദിച്ചു. കാരണം അതിൻ്റെ ചില വാർത്തകളെല്ലാം നമുക്ക് രഹസ്യമായി കിട്ടി. എന്താണ് ആ വാർത്ത? കാരണം കാവ്യാമാധവൻ നിശാലിനെ വിവാഹം കഴിക്കാൻ പോകുന്നതാണ് വാർത്ത വന്നത്. ആ കല്യാണവും ഏകദേശം ഉറപ്പിച്ചു. ആ ഉറപ്പിച്ചപ്പോഴും ഈ കാവ്യ ആ വിവാഹത്തിന് സമ്മതിച്ചിരുന്നില്ല, ഇഷ്ടമായിരുന്നില്ല എന്നുള്ളതാണത്. അതിന് കാരണം താൻ അപ്പോഴും ഭാര്യയും ഭർത്താവുമായിട്ടാണ് ദിലീപുമായിട്ട് ജീവിക്കുന്നതെന്നാണ് അതിന് ഉത്തരം പറഞ്ഞത്. ഇവരുടെ 2 പേരെയും ഒരു മനസാക്ഷി സൂക്ഷിക്കുന്നൊരു നടിയുണ്ടായിരുന്നു. അവരിപ്പോൾ ഒരു കോളേജ് പ്രൊഫസറായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണത്. 2 പേരുടെയും മനസാക്ഷി തുറന്നു പറയാവുന്ന അവരുടെ നല്ലൊരു സുഹൃത്താണത്. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അവരുടെ അഡ്വൈസാണ് ഒരു തേടാറ് പതിവ്. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ കാവ്യമാധവൻ ആ കൂട്ടുകാരിയോട് ഒരു കാരണവശാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല, കല്യാണം കഴിക്കില്ല, അതിലും ഭേദം ആത്മഹത്യ ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. നീ ആത്മഹത്യയിൽ എന്താ കാര്യം? നീ ആരെയും ചതിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ചതിക്കുകയല്ലേ? ഞാനും ദിലീപേട്ടനും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോൾ മറ്റൊരാളെ കല്യാണം കഴിക്കുന്ന ചതിക്കുകയല്ലേ എന്നിരിക്കുന്നത്. അപ്പോൾ എന്താ നിൻ്റെ പരിപാടി? എന്നെ വിവാഹം കഴിക്കാമെന്ന് ദിലീപേട്ടൻ ഉറപ്പ് തന്നിട്ടുണ്ട് എന്നാണ് ആ കൂട്ടുകാരിയോട് കാവ്യ പറഞ്ഞത്. അപ്പോൾ ആ കൂട്ടുകാരി പറഞ്ഞു, ആ മോഹം നീ തൽക്കാലം മാറ്റിവെച്ചേക്ക്. കാരണം ദിലീപേട്ടൻ കല്യാണം കഴിച്ചത് മഞ്ജു വാര്യരാണ്. മഞ്ജു വാര്യരെ കല്യാണം കഴിച്ചപ്പോൾ അവർ അഭിനയം നിർത്തി. അപ്പോൾ ജീവിതത്തിൻ്റെ വലിയ നേട്ടങ്ങൾ തന്നെ ഉപേക്ഷിച്ചുകൊണ്ടാണ് മഞ്ജു വാര്യർ ദിലീപിൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ഇപ്പോൾ അവർക്കൊരു കുഞ്ഞുകൂടിയുണ്ട്. അവർ സന്തോഷകരമായിട്ട് ജീവിക്കുകയാണ്. ആ ജീവിതത്തിലേക്ക് ഒരു കാരണവശാലും നീ കടന്നു പോകാൻ പാടില്ല എന്നാണ് ഈ കൂട്ടുകാരി പറഞ്ഞതെന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ കാവ്യ പറഞ്ഞു, ഞാൻ ആരുടെയും ജീവിതം തകർക്കുന്നില്ല. പക്ഷെ എൻ്റെ ജീവിതം ഇനി എന്ത്? ഞാൻ ആരെയും ചതിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കിപ്പോൾ ഈ ദിലീപേട്ടെന്ന ഉറപ്പ് പാലിക്കുമോ ഇല്ലയോ എന്ന് അറിയേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കൂട്ടുകാർ നിർബന്ധിച്ചു, തൽക്കാലം നീ കല്യാണം കല്യാണം കഴിച്ചിട്ട് പിന്നെ നമുക്ക് ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കാം. അതുവരെ നിങ്ങൾ ഭാര്യ ഭർത്താവ് എന്ന രീതിയിൽ ജീവിക്കണ്ട. അപ്പോൾ അങ്ങനെ ജീവിച്ചാലേ നീ ചതിച്ചു എന്ന് വരുള്ളൂ. അപ്പോൾ അല്ലാത്ത കാര്യം, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നീട് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞത്. അന്ന് തൊട്ട് കല്യാണം കഴിഞ്ഞു പോയത് മുതൽ പിന്നെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്താ? നിശാലും കാവ്യയും ഭാര്യയും ഭർത്താവുമായി ജീവിച്ചിട്ടില്ല എന്നുള്ള രീതി തന്നെയാണത്. പിന്നെ അവരെക്കുറിച്ച് വന്ന വാർത്തകളൊക്കെ മറ്റൊരു സ്റ്റൈലിലായിരുന്നു. ഇറിറ്റേറ്റ് ചെയ്യുന്ന വാർത്തകളാണ് വന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിശാല് കാവ്യയെ വെറുക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് നിശാലിന് കിട്ടിക്കൊണ്ടിരുന്ന ആലോചിക്കണം. അങ്ങനെ വന്നാണ് ഈ ഡിവോഴ്സിൻ്റെ വക്കീലെത്തിയെന്ന് ആലോചിക്കണം. അവർ ഡിവോഴ്സ് കഴിയുമ്പോൾ തന്നെ കാവ്യയ്ക്ക് ഉറപ്പ് കൊടുത്തിരിക്കുന്നു, നിൻ്റെ ജീവിതം പാഴാവുകയില്ല, ഞാനായിട്ട് നിൻ്റെ ജീവിതം പാഴാവുകയില്ല എന്ന ഉറപ്പും ദിലീപ് കൊടുത്തിരിക്കുന്നു ആലോചിക്കണം. അങ്ങനെയാണ് ദിലീപിൻ്റെ ജീവിതത്തിലേക്ക്, നിയമപരമായിട്ട് ജീവിതത്തിലേക്ക് കാവ്യ വന്നത്. അപ്പോഴേക്കും അവിടെ ഡിവോഴ്സ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. മഞ്ജു വാര്യരുമായിട്ട് ഡിവോഴ്സും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 2 ഡിവോഴ്സ് കഴിഞ്ഞു. അതിനുശേഷമാണ് കാവ്യയും ദിലീപും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതെന്ന് ആലോചിക്കണം. കുടുംബമായി ജീവിക്കുന്നു ഇപ്പോൾ അവർ. അപ്പോൾ ഇതാണ് സംഭവിച്ചതെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പ്രകാരം നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ പ്രത്യേക പുതുമ എന്ന് ചോദിച്ചേക്കാം. പുതുമ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. കാവ്യ ആദ്യ ഭർത്താവിനെ ചതിച്ചു എന്നുള്ള വാർത്തയാണ് പറഞ്ഞതെന്നാണ്. അങ്ങനെ അല്ല എന്നാണ് എനിക്കിപ്പോൾ കിട്ടിയ റിപ്പോർട്ട് എന്ന് അറിയിക്കണം.
ഈ റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനെ തുടർന്നാണ് ഈ നടി പീഡന കേസുമായി സംഭവ പരമ്പര ഉണ്ടായിരിക്കുന്നത്. 7.5 വർഷം ഏകദേശം കഴിഞ്ഞു. ആ 7.5 വർഷത്തിൽ ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ സംഭവിച്ചത്? ആ ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിച്ചിരിക്കുന്നു. ദിലീപ് ഒരു ഭാഗത്ത് നിരപരാധിയാണെന്ന് പറയുമ്പോൾ തെളിവുകൾ സഹിതം ഇവിടെ ബാലചന്ദ്രകുമാർ അടക്കമുള്ള ഒരു നിരവധി തെളിവുകൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതി കയറിയിറങ്ങാണ് ദിലീപ് എന്ന് ആലോചിക്കണം. ഇതിൽ ചിലർ പറഞ്ഞു കാവ്യയെ പ്രതിസ്ഥാനത്ത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു പോലും ദിലീപ് മാത്രമാണ് പ്രതിസ്ഥാനത്ത് വന്ന് കാവ്യ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ 7.5 വർഷമായിട്ടുണ്ട്. ഇതിനെല്ലാം ദുരന്തങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ദിലീപും കുടുംബവുമാണെന്ന് പറയുമ്പോൾ തന്നെ ഈ കേസ് ഉണ്ടാവാൻ കാരണക്കാരി ആര് എന്നുള്ള ചോദ്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണെന്ന് ആലോചിക്കണം. ഇപ്പം നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഒരു കുടുംബ ബന്ധവും തകരാൻ പാടില്ല, ഒരു കുടുംബവും നമ്മൾ തകർക്കാൻ പാടില്ല എന്നാലോചിക്കണം. ഇത് നമ്മൾ ബന്ധപ്പെടുമ്പോൾ ആലോചിക്കണ്ടേ, ദിലീപിനൊരു കുടുംബമുണ്ട്, മകളുണ്ട് എന്ന് ആലോചിക്കണ്ടേ? അല്ലെങ്കിൽ ദിലീപ് ആലോചിക്കണ്ടേ തനിക്കൊരു കുടുംബമുണ്ട്, മകളുണ്ടെന്ന് ആലോചിക്കണ്ടേ? അപ്പോൾ കാവ്യയ്ക്ക് മാത്രം നഷ്ടം വന്നുകൊണ്ട് ആ നഷ്ടം സഹിക്കാൻ കാവ്യം ഒരുക്കമായിരുന്നില്ല എന്നുള്ളതാണ്. ദിലീപിനെ സംബന്ധിച്ച് അന്ന് പറയുന്നത്, ദിലീപിന് ഏറ്റവും മാനസികമായിട്ടുള്ള അടുപ്പവും സ്വസ്ഥതയും കാവ്യയിൽ നിന്നാണ് കിട്ടിയതെന്നാണ് അന്ന് പറയുന്നത്. അപ്പോൾ വിവാഹ ജീവിതത്തിലുണ്ടാകുന്ന പൊരുത്തക്കേടുകൾ അവരുടെ കുടുംബത്തിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് അവർ തന്നെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്, മറ്റൊരാൾക്ക് ഇടപെടേണ്ട കാര്യങ്ങളല്ല. ഇപ്പോൾ എന്തായാലും കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്ത് കലങ്ങി തെളിഞ്ഞു വന്നിരിക്കുന്നു. ഇനി പറയേണ്ടത് 1-2 മാസം കഴിഞ്ഞാൽ 7.5 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ പീഡന കേസിൻ്റെ വിധി വരാൻ പോകുന്നു എന്നാലോചിക്കണം. ആ വിധി എന്തായിരിക്കും? ആ വിധി വന്നാൽ ദിലീപിനെ വെറുതെ വിടുമോ? ആ വിധി വരുമ്പോൾ ദിലീപിനെ ശിക്ഷിക്കുമോ? ഇവിടെ ശിക്ഷിച്ചാലും സുപ്രീം കോടതിയിൽ പോയാൽ ദിലീപ് രക്ഷപ്പെടുമോ? ഇങ്ങനെയുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ദിലീപ് പറയുന്നൊരു കാര്യമുണ്ട്, എന്തായാലും എൻ്റെ ജീവിതം തകർന്നുപോയി, എൻ്റെ സിനിമാ ജീവിതം തകർന്നുപോയി, എല്ലാവരും കൂടി എന്നെ തകർത്തു എന്ന് പറയുമ്പോൾ ആരാണ് അതിന് ഉത്തരവാദി എന്ന് സ്വയം ചോദിക്കുന്നത് നല്ലതല്ലേ? നമ്മൾ കൊയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾ കൊയ്തേ പറ്റൂ എന്നാലോചിക്കണം. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് ബാലചന്ദ്രകുമാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് ആലോചിക്കണം. ആ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പല ഭാഗത്തു നിന്നും ഇതെങ്ങനെ സംഭവിച്ചു, ഇതിൻ്റെ പുറയിൽ ആരെങ്കിലും ഉണ്ടോ? കാരണം ബാലചന്ദ്രകുമാർ കൊടുത്ത തെളിവുകളെല്ലാം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നൊരു വാർത്തയും വരുന്നുണ്ട്. അങ്ങനെ തെളിവുകളെല്ലാം നഷ്ടപ്പെടുകയും ബാലചന്ദ്രകുമാർ ജീവിക്കാത്ത ഒരവസ്ഥയും വരുമ്പോൾ ആ തെളിവുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വാർത്തകളും അന്വേഷണവും വരാനിരിക്കുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കും.